മാനേജിംഗ് ഡയറക്ടർ ഒപ്പം ചേരുകയാണ്. സർ, ശോഭിക എടപ്പാളിലേക്ക് എത്തുകയാണ്. എന്തൊക്കെയാണ് ഇവിടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല പ്രതീക്ഷയിലാണ്. ഈ എടപ്പാളിന് ഞങ്ങൾ മനസ്സിലാക്കിയെടുത്തോളം ഞങ്ങളെ ഈ ഷോറൂം തന്നെ വളരെ ഈ എടപ്പാളിലെ ഏറ്റവും നല്ല ഒരു ഷോറൂമായിട്ടും അതോടൊപ്പം തന്നെ എല്ലാ ജനങ്ങൾക്കും ഏറ്റവും കുറഞ്ഞ റേറ്റിലും ഏറ്റവും ഹൈ റേറ്റിലും. ഇപ്പോൾ സാധാരണ നമ്മൾ പറയാന്ന് വെച്ചാൽ ഒരു ബ്രാൻഡ് ഷൂട്ടിംഗ് നമ്മൾ എടുക്കുമ്പോൾ അതിന് നേരത്തെ ഒരു 20 വർഷം മുന്നേ ഞാൻ ബ്രാൻഡ് എടുക്കുമ്പോൾ ഒരു സൂട്ട് എടുക്കുമ്പോൾ അന്ന് 50,000 60,000 അതേ മോഡലിൽ തന്നെ ഞങ്ങൾക്ക് ഗ്യാരണ്ടി ഉള്ളത് ഇപ്പോൾ 2,500 റുപ്യക്ക് കസ്റ്റമേഴ്സിന് സൂട്ട് കൊടുക്കാൻ കഴിയും. അതേ ബ്രാൻഡും ഒക്കെ തന്നെ ഇവിടെ ഉണ്ട്, എല്ലാ ബ്രാൻഡും ഉണ്ട്. അപ്പോൾ സാധാരണക്കാരന് ഒരു സൂട്ട് ഇപ്പോൾ അധിക കസ്റ്റമേഴ്സും എല്ലാ സ്ഥാപനങ്ങളിലും സൂട്ട് ഉപയോഗിക്കുന്നുണ്ട്, അങ്ങനെ കൊടുക്കാൻ കഴിയുന്നുണ്ട്. അതേമാതിരി തന്നെ ധോത്തിയായാലും ഷർട്ടായാലും എല്ലാ ഐറ്റംസും ഞങ്ങൾക്ക് വളരെ വില കുറച്ച്. പിന്നെ ഞങ്ങൾ ഇവിടെയുള്ള ഇതിനൊരു മെയിനായിട്ടൊരു മുതലാളിയൊന്നും ഇതിനില്ല. ഞങ്ങളെ ഈ ശോഭിക വെഡ്ഡിങ് ഞാനൊരു 50 വർഷം മുന്നേ ഒരു 50 വർഷം മുന്നേ സ്റ്റാർട്ട് ചെയ്താ ചെറിയ സ്ഥാപനങ്ങളായിട്ട്. അത് ഞങ്ങളെ ഈ ശോഭിക ഇല്ല, പിന്നെ ചെറിയ ചെറിയ സ്ഥാപനങ്ങളാണ്. വയനാട്ടിൽ നമ്മൾ പുൽപ്പള്ളിയിൽ തുടങ്ങി, പിന്നെ ബത്തേരിയിൽ, മേപ്പാടി, കൽപ്പറ്റ, പടിഞ്ഞാറത്തറ, വയനാടിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഞങ്ങളുടെ സ്ഥാപനങ്ങളുണ്ട്. അത് ഇമ്പിച്ചി അഹമ്മദ് ഒരുപക്ഷെ ഇത് 6ാമത് ഷോറൂമാണ്. ഇതിൻ്റെ MD ആയി വലിയ പൊസിഷനിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇതിൻ്റെ ഒരു പ്രാരംഭം ഒരു ചെറിയ സ്ക്വയർ ഫീറ്റിൽ തുടങ്ങിയ ഒരു കാലഘട്ടം ഇമ്പിച്ചി അഹമ്മദ് എന്ന ഈ ഒരു വസ്ത്ര വ്യാപാരിക്ക് ഉണ്ടായിരുന്നു. ആ കാലഘട്ടം ഒന്ന് ഓർമ്മിച്ചെടുക്കാൻ പറ്റുമോ? അതെ. അതായത് പറഞ്ഞാൽ പുൽപ്പള്ളിയിൽ ഞാൻ പുൽപ്പള്ളിയിൽ പോകുമ്പോൾ അന്ന് പുൽപ്പള്ളിയിൽ കറണ്ടില്ല, നല്ല വെള്ളമില്ല. പുൽപ്പള്ളി അന്ന് നമ്മൾ കറുത്ത പൊന്നെന്ന് പറഞ്ഞിട്ട് കുരുമുളകിൻ്റെ വലിയ നാടാണ്. വയനാട്ടിലെ ഏറ്റവും വലിയ ഹൈ ആണ്. ഇന്ന് വയനാട്ടിൽ പുൽപ്പള്ളി പിറകോട്ട് പോയി. കാരണം ഈ നമ്മളെ കാർഷിക മേഖലയൊക്കെ അവിടെ തകർന്ന് വളരെ പിന്നോക്കം പോയി. ഞങ്ങൾ അവിടുന്ന് കച്ചവടം ചെയ്യുമ്പോൾ തന്നെ ചെറിയ ചെറിയ കച്ചവടങ്ങളാണ്. ഞങ്ങൾ ചെറിയ ചെറിയ ഗ്രാമങ്ങളിലേക്കാണ് പോലെ ഉത്സവം, പള്ളിപ്പെരുന്നാൾ, അവിടെയൊക്കെ പോയിട്ട് നമ്മൾ കച്ചവടം ചെയ്ത് അങ്ങനെയാണ് ഞങ്ങൾ കൽപ്പറ്റയിലൊരു ചെറിയ സ്ഥാപനമായിട്ട് തുടങ്ങുന്നത്. അപ്പോൾ ആ സ്ഥാപനം എന്ന് പറയുന്നത് അന്ന് ഞങ്ങൾ തുടങ്ങുമ്പോൾ ഏകദേശം ഒരു സ്ഥാപനം എന്ന് പറയാൻ പറ്റില്ല, ഞങ്ങൾ പറയുക സ്ഥാപനം തന്നെ ഇപ്പോഴും ഉണ്ട്. ഒരു 100-150 സ്ക്വയർ ഫീറ്റിലാണ് ആരംഭിച്ചത്. സാധാരണ പറയാന്ന് വെച്ചാൽ ഫുട്പാത്തിൽ നിന്ന് സാധാരണ ഒരു പെട്ടിക്കടയിൽ നിന്ന് ഒരു സ്റ്റെയർ കേസ് എടുത്ത് അതിലൊരു ബിൽഡിങ്ങിൻ്റെ സ്റ്റെയർ കേസ്, ആ സ്റ്റെയർ കേസിലാണ് ഞാൻ പറഞ്ഞത് 150 സ്ക്വയർ ഫീറ്റ്. അവിടുന്ന് പിന്നെ ഞങ്ങൾ കൽപ്പറ്റ തന്നെ കൽപ്പറ്റ ബസാർ എന്ന് പറഞ്ഞ ചെറിയ സ്ഥാപനം ഒരു 500 സ്ക്വയർ ഫീറ്റ്. പിന്നെ ഇപ്പോൾ കൽപ്പറ്റ തന്നെ ഞങ്ങൾ അങ്ങനെ കുറേ സ്ഥാപനങ്ങൾ വന്നു. വയനാടിൻ്റെ എല്ലാ ഭാഗത്തും ഇപ്പോൾ 1000-2000 സ്ക്വയർ ഫീറ്റ് 3000 വരെ സ്ക്വയർ ഫീറ്റുള്ള സ്ഥാപനങ്ങൾ വന്നു. ഈ കഠിന പ്രയത്നം തന്നെയാണ് ഈ ഒരു വളർച്ചയുടെ പിറകിൽ വലിയ എഫേർട്ട് എടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിൽ മെയിനായിട്ട് എന്താ വെച്ചാൽ ഞങ്ങളെ കൂടെ വർക്ക് ചെയ്ത വയനാട്ടിലുള്ള തോട്ടം തൊഴിലാളികളെ മക്കൾ, അങ്ങനെയുള്ള മക്കളെല്ലാം അവരെല്ലാം ഞങ്ങൾ ചേർത്ത് പിടിച്ച് അവരെല്ലാം ഇതിൻ്റെ ഓണേഴ്സായി അവരൊക്കെ തന്നെയാണ് സ്ഥാപനങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നത്. ഇതിനൊരു മാനേജിങ് ഡയറക്ടറിന് എനിക്ക് പറയാൻ താല്പര്യമില്ല. കാരണം എന്താ വെച്ചാൽ അവരെല്ലാവരും കൂടി ഞങ്ങൾ ഒന്നായിട്ടൊരു സാധനം നമ്മൾ പൊക്കി പിടിക്കുമ്പോൾ എല്ലാവരെയും ശക്തിയാണല്ലോ. അപ്പം എല്ലാവരുടെയും കൈത്താങ്ങാണ് ഞങ്ങൾ ഇതിലേക്ക് ഞങ്ങൾ ഈ സ്ഥാപനം ഇപ്പോൾ ഇന്ന് ഈ ഒരു അവസ്ഥയിലേക്ക് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് നിലമ്പൂർ തുടങ്ങി, 2ാമത്തെ വർഷം ഇവിടെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ കഴിഞ്ഞത് അത്രയും ഞങ്ങളെ കൂടെ അത്രയും ആത്മാർത്ഥമായിട്ട് നിൽക്കുന്ന ഞങ്ങളെ കൂടെയുള്ള സ്റ്റാഫും ഞങ്ങളെ പാർട്ട്നേഴ്സുമാണ്. എടപ്പാളുകാരോട് ഈ ശോഭിക വെഡ്ഡിങ്സ് എടപ്പാളിൽ വരുമ്പോൾ എന്താണ് എടപ്പാളുകാരോടും ഈ ഒരു ജില്ലയിലെ മറ്റുള്ള പ്രദേശങ്ങളിലെ ആളുകൾ പൊന്നാനിക്കാരോടൊക്കെ എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഞങ്ങൾ പറയാനുള്ളത് മെയിനായിട്ട് ഇത് തന്നെ, സാധാരണക്കാരായ ജനങ്ങൾക്ക് എല്ലാ രീതിയിലുമുള്ള വസ്ത്രം, എല്ലാ രീതിയിലുള്ള ഏറ്റവും ഫാഷനബിളായിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പം നമ്മൾക്ക് ഒരു ബ്രാൻഡ് ഷർട്ടിന്
ഇപ്പം 3500, 4000, 7000 ഒക്കെ റേറ്റ് വരുമ്പോൾ അതേ ബ്രാൻഡിൻ്റെ അതേ മോഡലിൽ ഉള്ള ഷർട്ടിങ് ഞങ്ങൾക്കൊരു പിന്നെ 400 രൂപ താഴെ കൊടുക്കാൻ കഴിയും. ഇപ്പം ഇവിടെ പുതിയൊരു ഇതെന്താണെന്ന് വെച്ചാൽ വെഡ്ഡിങ്ങിലൊക്കെ പിന്നെ വാങ്ങുന്നത് സെക്കൻഡ് ഇതാണ്. സെക്കൻഡ് പിന്നെ സാരികൾ, സെക്കൻഡ് വസ്ത്രങ്ങളൊക്കെയാണ് ഇപ്പോൾ അധികം ആൾക്കാരും പണത്തിൻ്റെ ആധിക്യം കൊണ്ട് വലിയ കൊണ്ട് വാങ്ങാൻ പറ്റാത്തത്. അപ്പോൾ ആ സാധനം തന്നെ ഏറ്റവും പുതിയ ഏറ്റവും മോഡല് ഞങ്ങൾക്ക് 3000 രൂപയ്ക്ക് വെഡ്ഡിങ് കൊടുക്കാൻ പറ്റും. അതിവിടെ സെക്കൻഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിൽ അതിലും വലിയ പൈസക്കാണ് വാടക വാങ്ങുന്നത്. രീതിയിൽ തന്നെയാണ് ഉദ്ഘാടന ചടങ്ങൊക്കെ നടന്നത്. അതെ, ഞങ്ങളുടെ പ്രതീക്ഷ രീതിയിൽ തന്നെ എടപ്പാളിൽ ഉള്ള ജനങ്ങൾ ശരിക്ക് നമ്മളെ ഈ ഓപ്പണിങ്ങിൽ തന്നെ നമ്മളെ ഈ സ്ഥാപനത്തിന് സ്വാഗതം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ക്രൗഡാണ് ഈ കാണുന്ന ജനക്കൂട്ടം. ആ സന്തോഷത്തിലാണ്. ഇത് ഞങ്ങൾ നല്ല രീതിയിൽ ഏറ്റവും ജനങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു സ്ഥാപനം ആക്കി, അതായത് എടപ്പാളിലുള്ള ജനങ്ങൾ ശോഭിക അവരുടെ ആവശ്യ സ്ഥാപനമാക്കി ഞങ്ങൾ മാറ്റും. അതാണ് ഞങ്ങളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓരോ സ്ഥലത്തും ഞങ്ങൾ വന്നാൽ ഇപ്പം നിലമ്പൂരായാലും കോഴിക്കോടായാലും ഞങ്ങൾ അന്വേഷിച്ച് വരുന്ന ഒരു പിന്നെ സമൂഹത്തിന് ഞങ്ങളെല്ലാ സ്ഥലത്തും ഞങ്ങൾ വാർത്തെടുക്കുകയാണ്. അതാണ് ഞങ്ങൾ മെയിൻ. എല്ലാവിധ ആശംസകളും.